വസന്തത്തിന്റെ ഇടിമുഴക്കമെന്ന് കാൽപ്പനികമായും അപക്വമായ അതിവിപ്ലവ മോഹങ്ങൾ എന്ന് വിമർശനപരമായും വിശേഷിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ ഒടുവിലത്തെ ഏടുകളിലൊന്നാണ് വെള്ളത്തൂവൽ സ്റ്റീഫന്റെ നിര്യാണത്തോടെ മറയുന്നത്. നക്സൽ ബാരിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ സായുധ വിപ്ലവം സംഘടിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട സാഹസികരിൽ ഒരാളായിരുന്നു വെള്ളത്തൂവൽ സ്റ്റീഫൻ. കേരളത്തിലെ ആദ്യത്തെ നക്സൽ ആക്രമണമായ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തോടെയാണ് അദ്ദേഹം വിപ്ലവ വഴിയിൽ സജീവമായത്. പിന്നീട് നക്സലിസം പാടെ ഉപേക്ഷിച്ച സ്റ്റീഫൻ സുവിശേഷത്തിന്റെ ആത്മീയ വഴിയിലേക്ക് തിരിഞ്ഞു. തുന്നൽ പണിക്കാരനായി ശിഷ്ടജീവിതം നയിച്ച സ്റ്റീഫൻ അവസാനം വരെ ദർശനത്തിലും പ്രത്യയശാസ്ത്രത്തിലുമെല്ലാം സ്വയം കണ്ടെത്തിയ നിലപാടുകളിൽ ഉറച്ചു നിന്നു. ഒരു ഓർമ്മ ചിത്രം കാണാം. 1968-70 കാലഘട്ടം നക്സൽ ബാരിയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട കേരളത്തിൽ സായുധ വിപ്ലവ പ്രസ്ഥാനങ്ങളിലേക്ക് യുവാക്കൾ ഒഴുകിത്തുടങ്ങിയ കാലം. കുന്നിക്കൽ നാരായണൻ, നക്സൽ വർഗീസ്, കെ അജിത എന്നിവർക്കൊപ്പം അന്ന് മുഴങ്ങിക്കേട്ട പ്രധാന പേരുകളിലൊന്നായിരുന്നു വെള്ളത്തൂവൽ സ്റ്റീഫന്റേത്. നക്സൽ ബാരി സിന്ദാബാദ് മുഴക്കി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജാഥകൾ നടന്ന കാലം. 1968 നക്സലൈറ്റുകൾ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. അന്ന് കുന്നിക്കൽ നാരായണനൊപ്പം നേതൃപരമായ പങ്കുവഹിച്ചത് വെള്ളത്തൂവൽ സ്റ്റീഫനായിരുന്നു. സ്റ്റീഫൻ എറിഞ്ഞ നാടൻ ബോംബ് ഭിത്തിയിൽ തട്ടി പുറത്തേക്ക് തെറിച്ചു വീണതിൽ ആ ആക്രമണം പൂർണ്ണ തോതിൽ വിജയത്തിലെത്തിയില്ല. പക്ഷേ നക്സൽ പ്രസ്ഥാനങ്ങളുടെ വരവ് കേരളത്തിൽ കാട്ടുതീ പോലെ പടർന്നു. പുൽപ്പള്ളി പോലീസ് ആക്രമണത്തിന് ശേഷം കേരളത്തിലെ നക്സലൈറ്റ് പോരാട്ടങ്ങൾക്ക് ഏകോപനമുണ്ടായപ്പോൾ അതിന്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നു സ്റ്റീഫൻ. തൃശ്ശിലേരിയിലും തിരുനെല്ലിയിലും വർഗീസിന്റെ നേതൃത്വത്തിലും പാലക്കാട് മുണ്ടൂരിൽ രാവുണ്ണിയുടെ നേതൃത്വത്തിലും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലായി നഗരൂർ, കുമ്മളിൽ വെള്ളത്തൂവൽ സ്റ്റീഫന്റെ നേതൃത്വത്തിലും ജന്മിമാരെ കൊന്നൊടുക്കി. 1971 സ്റ്റീഫൻ പോലീസ് പിടിയിലായി. നക്സൽ പ്രസ്ഥാനങ്ങളുടെ ആദ്യഘട്ടത്തിന്റെ അവസാനമെന്ന് വിശേഷിക്കപ്പെട്ട അറസ്റ്റായിരുന്നു സ്റ്റീഫന്റേത്. ജയിലിലാകുമ്പോൾ കൊലപാതകമടക്കം ഏകദേശം 18ഓളം കേസുകളിൽ പ്രതിയായിരുന്നു വെള്ളത്തൂവൽ സ്റ്റീഫൻ. പോലീസ് ക്യാമ്പുകളിലും ലോക്കപ്പിലും അതിക്രൂരമായ മർദ്ദനം സ്റ്റീഫന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് 15 വർഷം തടവ് ജീവിതം. ജയിലിൽ വെച്ച് തന്നെ ചാരും ജുദാറിന്റെ ഉന്മൂലന വഴിയോട് സ്റ്റീഫൻ വിട പറഞ്ഞു. വെള്ളത്തൂവലിലെ തയ്യൽക്കടയിലെ ജീവിതത്തിന് പിന്നാലെ സുവിശേഷ വഴികളിലേക്ക്. നക്സൽ പ്രസ്ഥാനങ്ങളോട് പൂർണ്ണമായും വിട പറഞ്ഞ വെള്ളത്തൂവൽ സ്റ്റീഫൻ സ്വയം വിമർശനപരമായും നക്സൽ പ്രസ്ഥാനങ്ങളെ വിമർശിച്ചുമാണ് തന്റെ ആത്മകഥ പൂർത്തിയാക്കിയത്. കോട്ടയം ജില്ലയിലെ കങ്ങഴയ്ക്കടുത്തുള്ള ചുണ്ടമണ്ണിലെ കർഷക കുടുംബത്തിലായിരുന്ന സ്റ്റീഫൻ പിതാവിനൊപ്പം ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവലിലേക്ക് കുടിയേറി. പിതാവിന്റെ വഴിയിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി രാഷ്ട്രീയ ജീവിതം. പിന്നീട് പിളർപ്പിന് ശേഷം CPIയിൽ പ്രവർത്തിച്ചെങ്കിലും ചാരുംദാറിന്റെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളിൽ ആകൃഷ്ടനായി അതിന്റെ ഭാഗമായി. ഒരു കൂട്ടർ കൂടുതൽ വലത്തോട്ടും ഒരു കൂട്ടർ കൂടുതൽ ഇടത്തോട്ടും വ്യതിചലിച്ചുവെന്നാണ് തന്റെ ആത്മകഥയിൽ സ്റ്റീഫൻ ഇന്ത്യൻ നക്സലിസത്തെ വിലയിരുത്തുന്നത്. സുവിശേഷ വഴിയിലെ സ്റ്റീഫനെയും അദ്ദേഹം പുനർനിർമ്മിച്ചിരുന്നു. മതപരമായ ചടങ്ങുകളില്ലാതെ മൃതദേഹം സംസ്കരിക്കണമെന്ന ആഗ്രഹമാണ് അദ്ദേഹം അവസാനം കുടുംബത്തെ അറിയിച്ചിരുന്നത്. വെള്ളത്തൂവൽ സ്റ്റീഫന്റെ ആത്മകഥ എന്ന പേരിലെ ജീവിതാനുഭവങ്ങൾക്കൊപ്പം ചരിത്രശാസ്ത്രവും മാർക്സിയൻ ദർശനവും, പ്രചോദനം, ആദതായികൾ, അർദ്ധബിംബം, മേഘപാളിയിലെ കാൽപ്പാടുകൾ, കനൽ വഴികൾ കടന്ന ഒരു ദൈവസാക്ഷ്യം തുടങ്ങിയ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.